നമസ്കാരം, ഞാൻ മൈനാക് മനോജ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഹ്യുണ്ടായി അൽക്കസാർ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും അധികം കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് MPV സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു MPV സെഗ്മെൻറ്റിൽ നമുക്ക് മാരുതി സുസുക്കിയുടെ XL6 തൊട്ട് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ വരെ വന്ന് നിൽക്കുന്ന പ്രീമിയം MPV സെഗ്മെൻറ്റിലേക്കാണ് അൽക്കസാർ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് MGയുടെ ഹെക്ടർ പ്ലസ് വരുന്നുണ്ട്, ടാറ്റ സഫാരി ഒക്കെ വരുന്ന ഒരു സെഗ്മെൻറ്റാണ് അൽക്കസാർ ഇപ്പം വന്ന് നിൽക്കുന്ന ഈ ഒരു MPV സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അൽക്കസാർ ശരിക്കും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. അപ്പോൾ അൽക്കസാർ ബേസിക്കലി 3 ട്രിംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് ട്രിം ആയിട്ടുള്ള പ്രസ്റ്റീജ്, മിഡ് ട്രിം ആയിട്ടുള്ള പ്ലാറ്റിനം, അതേപോലെ ടോപ്പ് ഓഫ് ദി ലൈൻ ആയിട്ടുള്ള സിഗ്നേച്ചർ. ഈ 3 ട്രിംസിനും അതിൻ്റേതായ ഓപ്ഷണൽ വേരിയൻസും അവൈലബിൾ ആണ്. അതേപോലെ അൽക്കസാർ എന്ന് പറയുന്ന വാഹനം നമുക്ക് 6 സീറ്റർ 7 സീറ്റർ കോൺഫിഗറേഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് പ്ലാറ്റിനം ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. 6 സീറ്റർ വേർഷനുമാണ്. അപ്പം ഈ ഒരു റിവ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അൽക്കസാറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്ട്രൈക്ക് ചെയ്യുന്നത് ഹ്യുണ്ടായുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാസ്കേഡിയൻ ഗ്രില്ലാണ്. നടുക്കായിട്ട് ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് ടോട്ടലി ഒരു ക്രോം ഫിനിഷിലാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്രോം സ്റ്റഡ്സ് ആണ് വരുന്നത് ഗ്രില്ലിൽ. അതേപോലെ നമുക്ക് ഹെഡ് ലാമ്പിലേക്ക് വരുമ്പം ഹെഡ് ലാമ്പ് നമ്മൾ ക്രെറ്റയിൽ കണ്ട ഒരു സെയിം ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. DRലും നമുക്കൊരു ട്രയോ ബീം LED ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊജക്ടർ യൂണിറ്റ് അല്ല, നോർമൽ റിഫ്ലക്റ്റർ LED യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേറ്ററും ഫോഗ് ലാമ്പും ആ ഒരു ഭാഗത്ത് ബമ്പറിൻ്റെ ലോവർ ഹാഫിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റും ഒരു എയർ ഡാമിൻ്റെ പോർഷനൊക്കെ ആ ഒരു ഏരിയയിൽ വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ക്രോം പാർട്സ് എല്ലാം ഡാർക്ക് ക്രോം തീമിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഹുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ക്യാരക്ടർ ലൈൻസും പവർ ലൈൻസൊക്കെയാണ് ഹുഡിൽ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ലുക്സിൽ ഒരുപാട് ആ ഒരു ക്യാരക്ടർ ലൈൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൽക്കസാറിൻ്റെ എഞ്ചിൻ ബേ തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ആ ഒരു ലിവർ കൊടുത്തിട്ടുള്ളത്. അപ്പം അൽക്കസാർ ബേസിക്കലി 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 ഡീസലും 2 ലിറ്റർ പെട്രോളും. ഈ 2 എഞ്ചിൻ ഓപ്ഷൻസിനും നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് പെട്രോളാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. എഞ്ചിൻ ക്യാബിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ ക്യാബിനാണ്. നമുക്ക് എഞ്ചിൻ്റെ മുകളിൽ എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ ഹ്യുണ്ടായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ NVH ലെവൽസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ബോണറ്റ് ഷെല്ലിനും മുകളിലായിട്ട് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഹെവി ആയിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ബോണറ്റ് ഷെല്ല് തന്നെയാണ് അൽക്കസാറിൽ വന്നിരിക്കുന്നത്. വിൻസ്ക്രീൻ വാഷേഴ്സ് എല്ലാം ടഗ്ഡ് ഇൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ വളരെ പ്രീമിയം ആയിട്ടും നീറ്റായിട്ടും ഡിസൈൻ ചെയ്യാൻ ഹ്യുണ്ടായിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആ സൈഡിൽ നിന്ന് ആ ഒരു നീളം കാണാം വാഹനത്തിൻ്റെ. അപ്പം ക്രെറ്റയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 200 mm അധികമാണ് അൽക്കസാറിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. 2760 mm ആണ് അൽക്കസാറിൻ്റെ ടോട്ടൽ വീൽ ബേസ്. അതേപോലെ 4500 mm ആണ് ടോട്ടൽ ഈ ഒരു വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 1675 mm ആണ്. ക്രെറ്റയെക്കാട്ടിലും ഏകദേശം 40ഓളം mm ഈ ഒരു വാഹനത്തിന് നീളം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫെൻഡറിൻ്റെ ഭാഗത്തായിട്ട് ഓട്ടോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ്. അപ്പോൾ ടയേഴ്സിലേക്ക് വരുമ്പം 215, 55, 18 ഇഞ്ചിൻ്റെ മൾട്ടി സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ ഓൾ സൈഡ് റണ്ണിങ് ക്ലാഡിങ്സ് വരുന്നുണ്ട്. 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. ക്രെറ്റയ്ക്ക് 190 ഉള്ളൂ. ഒരു 10ൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ. അതേപോലെ നമുക്ക് എന്താ പറയുക, റബ്ബർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ഫുട് സ്റ്റെപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹാൻഡിലിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഡാർക്ക് ക്രോം തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഒരു ക്രോംഡ് യൂണിറ്റ് അല്ല. അതേപോലെ നമുക്ക് അവിടെ ഒരു റിക്വസ്റ്റ് സെൻസർ ഡ്രൈവർ സൈഡ് ഡോറിൽ വരുന്നുണ്ട്. അതേപോലെ ഒരു രീതിയിലും ക്ലസ്റ്റർ ഓഫ് ഫീൽ തോന്നാത്ത രീതിയിൽ ഗ്ലാസ് ഏരിയ ഡിസൈൻ ചെയ്യാൻ ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. അത് ഫ്രണ്ട് നമുക്ക് A പില്ലേഴ്സിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. A പില്ലേഴ്സ് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രെറ്റയിൽ കാണാം. ക്രെറ്റയിൽ നമുക്ക് ഇതേ ഒരു സെയിം യൂണിറ്റ് ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ഒരു ഭാഗം കാണാം, ഒരു എന്താ പറയുക ഗ്ലോസ് സിൽവർ ഫിനിഷിലാണ് ആ ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേമാതിരി നമുക്ക് ഇപ്പം അൽക്കസാറിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അൽക്കസാറിൻ്റെ ടോപ്പ് വേരിയൻസിൽ നമുക്ക് ഡ്യുവൽ ടോൺ സ്കീമിലും റൂഫിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ORVMലേക്ക് വരികയാണെങ്കിൽ നമുക്ക് LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ആ 360 ഡിഗ്രിയുടെ ഭാഗമായിട്ടുള്ള സൈഡ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ ഒരു ലോഗോ പ്രൊജക്ഷൻ ലാമ്പും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടെയിൽ ലാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷോൾഡർ ലൈൻ കാണാം. അത് നമുക്ക് ഫ്രണ്ട് ഫെൻഡർ വഴി ആ ഒരു ബോണറ്റിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ലൈൻ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ലൈനിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. താഴെയായിട്ടൊരു ഡൈനാമിക് ലൈനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന് 4 ടയറും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നമുക്ക് ബാക്ക് ടയർ കാണാം.
അതേപോലെ നമുക്ക് ഇനി ബാക്ക് റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാണാം, എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരും റിവ്യൂസൊക്കെ ഒരുപാട് റിവ്യൂസിൽ ഞാൻ കണ്ടത് എൻഡവറിൻ്റെ ആയിട്ട് സാമ്യം തോന്നുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഹെക്സയുടെ ഒരു ഫീലാണ്, ടാറ്റ ഹെക്സയുടെ ഒരു ലുക്ക് ഏതൊക്കെ ഒരു ആംഗിളിൽ നിന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു ഡിസൈൻ കാരണമാവാം ടാറ്റ ഹെക്സയുടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും വളരെ യുണീക്കായിട്ടും വളരെ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് ഡിസൈൻ ചെയ്ത്, ഒരുപാടധികം ക്യാരക്ടർ ലൈൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നടുക്കായിട്ട് അൽക്കസാറിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. അതും ആ ഒരു ഓഫ് ക്രോം അല്ലെങ്കിൽ ഡാർക്ക് ക്രോം തീമിലാണ് കൊടുത്തിരിക്കുന്നത്. മേളിലായിട്ട് ഹുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്ക് റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് ക്യാമറ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ലിറ്ററിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, പെട്രോൾ 2 ലിറ്ററാണ്. അതേപോലെ ഡ്യുവൽ ടോൺ സ്കീമിലാണ് ബമ്പേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് സിൽവർ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ട്വിൻ ടിപ്പുള്ള എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് സേവർ ആയിട്ടുള്ള സ്പെയർ വീൽ താഴെ വരുന്നുണ്ട്. ഹണികോം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പും റിവേഴ്സ് ലാമ്പും എല്ലാ വാഹനത്തിലും നമ്മളൊരു കുറ്റം പറയുന്ന പോലെ അത് ഹാലജൻ യൂണിറ്റ് ആണ്. അതേപോലെ ബാക്ക് ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ വൈഡായിട്ടും വളരെ വലിയൊരു ഗ്ലാസ് ഏരിയയാണ് അൽക്കസാറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വൈപ്പേഴ്സ്, ബാക്ക് റിയർ വൈപ്പർ കാണാം. അതേപോലെ വാഷേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മേളിലായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ ഒരു ഡ്യുവൽ ടോൺ സ്കീമിലാണ് സ്പോയിലറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു LED ഹൈ റേസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റനിയും പനോറമിക് സൺറൂഫും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൽക്കസാറിൻ്റെ ബൂട്ട് തുറന്ന് നോക്കാം. നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ബട്ടൺ അവിടെ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്ത് തുറക്കാവുന്നതാണ്. പക്ഷേ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വരുന്നില്ല. അതൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നി ഈ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വാഹനമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് 180 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്, 3 റോയും നോർമൽ പൊസിഷനിൽ വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് 3rd റോ അനായാസമായിട്ട് ഈ ഒരു ട്വൈൻ വലിച്ച് നമുക്ക് അത് ടമ്പിൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പം ശരിക്കും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഒരുപാടധികം സാധനം ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ബോസിൻ്റെ ഒരു സ്പീക്കർ വരുന്നത്. ബോസിൻ്റെ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3rd റോഡ് AC കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു USB ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അതേപോലെ നമുക്കൊരു AC വെൻ്റ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് ഹോൾഡറും ചെറിയ കബി ഹോളും കബി സ്പേസ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡും സെയിം അതേമാതിരി നമുക്ക് AC വെൻറ്റും കപ്പ് ഹോൾഡറും സ്പേസ് ഒക്കെ കബി ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ അനായാസമായിട്ട് വീണ്ടും ആ ഒരു ട്വൈൻ വലിച്ച് ഈ ഒരു 3rd റോ നോർമൽ പൊസിഷനിലോട്ട് വീണ്ടും കൊണ്ടുവരാവുന്നതാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ചെറിയ തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് കൊടുക്കാമായിരുന്നു. കാര്യം ഈ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വാഹനമായതുകൊണ്ട് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം ശരിക്കും നല്ല രീതിയിൽ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ഹുണ്ടായി ബാക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബമ്പറും വളരെ നല്ല രീതിയിൽ സ്കിഡ് പ്ലേറ്റ് ഒക്കെ വരുമ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഡോറിൽ ആ ഒരു ഡാർക്ക് ക്രോം തീമിൻ്റെ ഒരു ചെറിയൊരു എലമെൻ്റ് എല്ലാം ആ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ലിവർ യൂസ് ചെയ്ത് തുറക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് റൂഫ് റെയിൽ വരുന്നത് ഡ്യുവൽ ടോൺ കോമ്പോയിലാണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷണൽ ആയിട്ടൊരു റൂഫ് റെയിലല്ല, നമുക്ക് അവിടെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് ഒരു വാർണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ഡോർസ് തുറക്കാം. ഡ്യുവൽ ടോൺ സ്കീമിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക ബ്ലാക്ക് ബ്രൗൺ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവലി റിട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സൺബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഭാഗം ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നമുക്കൊരു ലെതർ ഫിനിഷ് വരുന്നുണ്ട്. അതേപോലെ സിൽവർ ലൈനിങ് നമുക്കൊരു ആംറസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഹുണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ സിൽവർ ഫിനിഷിൽ ഒരു ഹാൻഡിലും അതേപോലെ പവർ വിൻഡോയുടെ സ്വിച്ച് ഗിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ കാണാം, ബോസിൻ്റെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു ചെറിയ നമുക്ക് ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു കബി ഹോൾ സ്പേസ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെയായിട്ട് ചെറിയ ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇൻറ്റീരിയർ ആണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന 6 സീറ്റർ വേർഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് നടുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്ററായിട്ട് സീറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കൊന്ന് സൺറൂഫ് തുറക്കാം, അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് അകത്ത് കിട്ടും. അപ്പം നമുക്ക് സൺറൂഫ് ഒന്ന് തുറക്കാം. ഓക്കെ, ഇവിടെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. അതേപോലെ വണ്ടി ഓണായി. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് സൺറൂഫ് തുറക്കാം. നമുക്ക് കാണാം പനോറമിക് സൺറൂഫാണ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സൺറൂഫാണ്. അതായത് നമുക്ക് ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്മാർട്ട് സൺറൂഫ് എന്ന് പറയാൻ കാര്യം നമുക്ക് വോയിസ് കമാൻഡിലൂടെ ഈ ഒരു സൺറൂഫ് തുറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം അത് മാക്സിമം തുറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, വണ്ടി ഓഫ് ചെയ്ത് ബാക്ക് സീറ്റിലേക്ക് പോവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ് നമുക്ക് 7 സീറ്റർ 6 സീറ്റർ കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മളിന്ന് ചെയ്യുന്നത് 6 സീറ്റർ ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് അൽക്കസാർ. അപ്പം സെക്കൻഡ് റോയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡും സൺബ്ലൈൻസ് അവൈലബിൾ ആണ്. മാനുവലി റിട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സൺബ്ലൈൻസ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ക്വിൽട്ടും കാര്യങ്ങളൊക്കെ കൊടുത്താണ് സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ സ്കീമിൽ തന്നെയാണ് സീറ്റിൻ്റെയും കളർ വന്നിരിക്കുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് വരുന്നുണ്ട്. അതേപോലെ അൽക്കസാറിൻ്റെ ഒരു പില്ലോ കൊടുത്തിട്ടുണ്ട്, ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ
നമുക്ക് നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് നമുക്ക് സെക്കൻഡ് റോയിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതേപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു സിൽവർ എലമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഒരു ചാർജിങ് സോക്കറ്റും ഒരു ഫോൺ വയ്ക്കാനുള്ള ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്മാർട്ട് എയർ പ്യൂരിഫയർ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ട് സീറ്റ്സിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ട്രേ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ എന്തെങ്കിലും ആ ഒരു ട്രേ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് ഐപാഡ് വെക്കാനുള്ള ഡെഡിക്കേറ്റഡ് സ്ലോട്ടും നമുക്ക് ആ ഒരു ട്രേയിലായിട്ട് തന്നെ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ട്രേയിൽ മാക്സിമം ടെൻഷൻ താങ്ങാവുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.5 കിലോ ആണ്. 3.5 കിലോസാണ് മാക്സിമം വെയിറ്റ് ലോഡ് കൊടുക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് LED റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹുക്ക് കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഹുക്കും കൂടെ കൊടുക്കാമായിരുന്നു. വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് LED ലൈറ്റും ഹാൻഡിലും കാണാം. അതേപോലെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് 2 LED ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട് തേർഡ് റോവിന് വേണ്ടിയായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു AC കൺട്രോൾസും ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു തേർഡ് റോ സീറ്റ് ഏതൊരു വാഹനത്തിലും പറയുന്ന പോലെ കൂടുതലും കുട്ടികൾക്ക് അനുയോജ്യമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ട് ഒരു ഡാഷ്ബോർഡ് വ്യൂ ഒക്കെ കാണാം. ലെതർ റാപ്പിംഗ് എല്ലാം ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു പോർട്ട്ഫോളിയോയിലുള്ള മറ്റ് വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അൽക്കാസാറിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. വളരെ പ്രീമിയം ആയിട്ടാണ് ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർ സൈഡ് ഡോറിൽ മാത്രമേ വരുന്നുള്ളൂ. അതും ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഫ്രണ്ട് ഡോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡ്യുവൽ ടോൺ കോമ്പോലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എക്സ്റ്റേണൽ ORVM കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ വളരെ പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് ആ ഒരു ഭാഗമൊക്കെ ഹ്യുണ്ടായിക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ലെതർ റാപ്പിംഗ് വരുന്നുണ്ട് ആംറസ്റ്റിൻ്റെ ഭാഗത്ത്. ഈ ഒരു ബ്രൗൺ ഫിനിഷ് എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ബോസിൻ്റെ ഒരു സ്പീക്കർ കാണാം. ഒരു കപ്പ് ഹോൾഡറും ചെറിയൊരു കബി ഹോൾ സ്പേസും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോസാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഡ്രൈവർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് കാണാം ലംബാർഡ് അഡ്ജസ്റ്റ്മെൻറ്റും ഇലക്ട്രിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. അതേപോലെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹെഡ് ലാമ്പ് ലെവലർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിന് ചുറ്റും നമുക്ക് ഒരുപാട് സിൽവർ ആക്സൻസ് എല്ലാം കൊടുത്ത് വളരെ പ്രീമിയമായിട്ട് അതൊക്കെ ഡിസൈൻ ചെയ്യാൻ ഹ്യുണ്ടായിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞ മാതിരി തന്നെ ആ ഒരു ലെതർ റാപ്പിംഗ് എല്ലാം കൊടുത്ത് ഒരു ഡ്യുവൽ ടോൺ കോമ്പോയിൽ വളരെ പ്രീമിയമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ ക്രെറ്റയിൽ കണ്ട ഒരു സെയിം സ്റ്റിയറിംഗ് കോളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും ഒരുപാട് സിൽവർ ആക്സൻസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോൾസും പാഡൽ ഷിഫ്റ്റേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും വെർച്വൽ കോക്പിറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ വളരെ എന്താ പറയുക പ്രീമിയം ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലെഫ്റ്റിൽ സ്പീഡോമീറ്ററും റൈറ്റിൽ RPM മീറ്ററാണ് വരുന്നത്. നമുക്കിപ്പോൾ ആ ഒരു ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് RPM മീറ്റർ ഇപ്പോൾ കാണാൻ സാധിക്കാത്തത്. അപ്പം ഒരുപാടധികം വാഹനത്തിനെക്കുറിച്ചുള്ള ഒരുപാടധികം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നടുക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരുപാടധികം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് AC-യുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അൽക്കസാറിൻ്റെ കീ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്രെറ്റയിൽ കണ്ട മാതിരിയുള്ള സെയിം കീ തന്നെയാണ്. കീയുടെ ക്വാളിറ്റി മേ ബി ഒന്ന് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കീയിൽ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ബൂട്ട് തുറക്കാനും അതേപോലെ നമുക്ക് ഈ ഒരു വാഹനം ഈ ഒരു റിമോട്ട് യൂസ് ചെയ്ത് തന്നെ ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റും 2 USB സ്ലോട്ട്സും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന വേരിയൻറ്റ്. അപ്പം നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വ്യൂസ് കാണാം. അപ്പം നമുക്ക് സൂര്യൻ്റെ ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ട്. അതാണ് ആ ഒരു വര. അപ്പം നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ നമുക്ക് പല വ്യൂസ് പല ആംഗിളിൽ നിന്നുള്ള പല വ്യൂസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. കാര്യം ഇത്രയും നീളമുള്ളൊരു വാഹനമാണ്. അപ്പം നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ളൊരു റോട്ടറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷനും നമുക്ക് വാഹനം ഓടുന്ന സമയത്ത് നമുക്ക് ക്യാമറ വ്യൂവിനുള്ള
ഒരു ബട്ടണും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, അതിന് ചുറ്റും ചെറിയ സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ആംബ്രസ്റ്റിൻ്റെ താഴെയും അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞ പോലെ സ്മാർട്ട് എയർ പ്യൂരിഫയിങ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഈ ഒരു കൊറോണ സമയത്ത് അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കൂൾഡായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്, പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതേപോലെ നമുക്ക് കോ ഡ്രൈവർ സൈഡ് നമുക്ക് സൺവൈസറിൽ വാനിറ്റി മിറർ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഡ്രൈവർ സൈഡ് വാനിറ്റി മിറർ വരുന്നില്ല, ടോൾ റെസീപ്റ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ നമുക്ക് 2 ഇൻഡിവിജ്വലായിട്ട് ഓൺ ചെയ്യാൻ പറ്റുന്ന 2 LED ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഗിയറും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺറൂഫ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അത്യാവശ്യം നല്ല എയറി ഫീൽ കിട്ടുന്നുണ്ട്. കാര്യം ഈ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾദോ നമുക്ക് ഡ്യുവൽ ടോൺ കോമ്പോയിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിലും നമുക്ക് ക്രാംഡ് ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. കാര്യം അത്യാവശ്യം നല്ല എയറി ആയിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് എല്ലാം നമുക്ക് ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സണ്ണിൻ്റെ ഗ്ലെയർ അടിക്കുന്നുണ്ടാണ് കറക്റ്റ് ആ ലൈറ്റ് ആ ഒരു കളർ ടോൺ മനസ്സിലാവാത്തത്. അപ്പോൾ ഒരു മൊത്തത്തിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് അൽക്കാസാറിന്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുമ്പം പേഴ്സണലി എനിക്ക് ഫീൽ വളരെ എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ ഹ്യുണ്ടായിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ റിവ്യൂ ചെയ്ത വാഹനം, ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാറ്റിനം ഓപ്ഷണൽ എന്ന് പറയുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 14.2 കിലോമീറ്ററാണ് മൈലേജ് വരുന്നത്. അതേപോലെ പെട്രോൾ മാനുവലിന് 14.5 ആണ്. വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അൽക്കാസാർ ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനുവലിന് 20.4 ഓട്ടോമാറ്റിക്കിന് 18.1 മൈലേജ് ഹ്യുണ്ടായി ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന പ്ലാറ്റിനം ഓപ്ഷണൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ഓൺ റോഡ് എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 24,06,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഫീച്ചേഴ്സ് അധികം വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ധൈര്യമായിട്ട് വാങ്ങാം എന്നുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി അൽക്കാസാർ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ വാഹനവുമായിട്ട് ഉടൻ തന്നെ നമുക്ക് നമ്മളുടെ ചാനലിലൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.